തിരുവനന്തപുരത്ത് കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിക്കാനെത്തിയ പെൺകുട്ടിക്ക് നേരെ അതിക്രമം. ഇന്നലെ രാത്രി ശ്രീമൂലം ക്ലബിന് സമീപത്താണ് അതിക്രമം നടന്നത്. നിരവധി കേസുകളിൽ പ്രതികളായ അരുൺ, വിവേക് എന്നിവരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഗോകുൽനാഥ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ഗോകുൽ, ഈ പറയുന്ന സ്ഥലം അത്രയേറെ തിരക്കുള്ളൊരു സ്ഥലമാണ്. കുടുംബത്തോടൊപ്പമാണ് ഈ പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങിയത്. എന്നിട്ട് പോലും ഇത്തരത്തിൽ അതിക്രമം നേരിടേണ്ടി വരികയാണ്. ഇതെന്തൊരു കാലമാണ്? ഇതെന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആരാണ് ഈ പ്രതികൾ? ഇവരെക്കുറിച്ച് പോലീസ് എന്താണ് പറയുന്നത്? ഷിഹാസ്, തിരുവനന്തപുരം നഗര ഹൃദയത്തിലാണ് പെൺകുട്ടിക്ക് അതിദാരുണമായ ഈ പീഡനം ഉണ്ടായതെന്നുള്ളതാണ്. ഭക്ഷണം കഴിക്കുവാനായി പ്രദേശത്തെ തട്ടുകടയിലേക്ക് എത്തുകയും തുടർന്ന് വീട്ടുകാരുമായി ഇരുന്ന് ഭക്ഷണം കഴിച്ച് ഇറങ്ങിപ്പോകുന്ന ഘട്ടത്തിലാണ് രണ്ട് യുവാക്കൾ പെൺകുട്ടികളെ ശല്യം ചെയ്യുകയും തുടർന്ന് കയറി പിടിക്കുകയും ചെയ്തതെന്നുള്ളതാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സ്വദേശികളായിട്ടുള്ള അരുൺ, വിവേക് ഇങ്ങനെ രണ്ടുപേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ശ്രീമൂലം ക്ലബിന് സമീപത്ത് നിരവധി തട്ടുകടകൾ വൈകുന്നേരത്തോടനുബന്ധിച്ച് പ്രവർത്തിക്കാറുണ്ട്. ഈ തട്ടുകടകളിലേക്കാണ് വൈകിട്ടോടെ 10 മണിയോടുകൂടി തന്നെ പെൺകുട്ടിയും കുടുംബവും എത്തുന്നത്. തുടർന്ന് ഭക്ഷണം കഴിച്ച് ഇറങ്ങുന്ന ഘട്ടത്തിൽ ഈ യുവാക്കൾ പെൺകുട്ടിയെ പിന്തുടരുകയും തുടർന്ന് ശല്യപ്പെടുത്തുകയും അശ്ലീല പ്രയോഗം കാട്ടുകയും തുടർന്ന് വാക്കേറ്റം ഉണ്ടാകുകയും ഒക്കെ ചെയ്തു. അതിന് ഒടുവിലാണ് പെൺകുട്ടിയെ കടന്നു പിടിക്കുന്നത്. തുടർന്ന് മ്യൂസിയം പോലീസ് എത്തിയാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കുകയും ഈ യുവാക്കളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. പോലീസ് ഇപ്പോൾ പറയുന്നത് ഈ വരുണും അതേപോലെ തന്നെ വിവേകും നിരവധി കേസുകളിലെ പ്രതികളാണ്. സമാനമായ കേസുകളിൽ ഇവർ ഉൾപ്പെട്ടിട്ടുണ്ട്. സ്ത്രീകളെ അതിക്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസുകളാണ് പലതും. പ്രത്യേകിച്ച് ബസ്സിൽ സ്ത്രീകൾക്കെതിരെ അതിക്രമം ഉണ്ടായ സംഭവത്തിൽ പോലും ഈ അരുണും അതേപോലെ തന്നെ വിവേകും പ്രതികളായിട്ടുണ്ട് എന്നുള്ളതാണ് മ്യൂസിയം പോലീസ് അറിയിക്കുന്നത്. എന്തായാലും ഈ പ്രദേശം അതീവ സുരക്ഷാ മേഖലയോട് ചേർന്ന പ്രദേശമാണ്. സംസ്ഥാന പോലീസ് ആസ്ഥാന മന്ദിരം ഈ പ്രദേശത്തോട് ചേർന്ന് തന്നെയാണ്. ഏകദേശം 1 കിലോമീറ്റർ മാത്രം ദൂരമാണുള്ളത്. സാധാരണഗതിയിൽ ഇവിടേക്ക് പോലീസ് സുരക്ഷയൊക്കെ കർശനമായി തന്നെ നടപ്പിലാക്കി വരുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ഇപ്പോൾ കൂടുതൽ കരുതലിലാണ്. കാരണം ഈ പ്രദേശത്ത് തന്നെ കുട്ടികൾ ധാരാളമായി പഠിക്കുന്നവരുണ്ട്. വിദ്യാർത്ഥിനികൾക്ക് മാത്രം വേണ്ടിയിട്ടുള്ള ഹോസ്റ്റൽ സംവിധാനങ്ങൾ അടക്കമുള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഉണ്ടായ ഈ സുരക്ഷാ വീഴ്ചയിൽ കൂടുതൽ സുരക്ഷ ഒരുക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്.